സുധീഷിൻ്റെ സ്വന്തം പേരിലുള്ള ഹോട്ടൽ. രാവിലെ ഉറക്കമുണരുമ്പോൾ തൻ്റെ കരവലയത്തിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നു. സുധീഷ് ഞെട്ടി വേഗം അവളെ അടർത്തി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഇതെന്തു കഥ? സ്ഥലതർക്കവും അതിർത്തി തർക്കവുമൊക്കെയുള്ള തൻ്റെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ വർഷങ്ങളോളം നീണ്ട കേസ് വിജയിച്ചതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി രഹസ്യമായി ഏർപ്പെടുത്തിയ നിശാ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഈ ഹോട്ടലിലെ തൻ്റെ സ്വന്തം സ്യൂട്ടിൽ വന്ന് കിടന്നതാണ്. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവൾ എപ്പോൾ വന്നു? പെട്ടെന്ന് തള്ളി മാറ്റിയിട്ടപ്പോൾ അവളും ഉണർന്നിരുന്നു. ഉറക്കച്ചടവോടെ അവൾ അയാളെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവളെ സുധീഷ് ശ്രദ്ധിച്ചത്. ഇത് രാത്രിയിലെ നിശാ പാർട്ടിയിൽ പാടാനും ഡാൻസ് ചെയ്യാനും വന്ന മൃദുല എന്ന ആ സുന്ദരി പെൺകുട്ടിയല്ലേ? ലവലേശ ഉളുപ്പില്ലാതെ നഗ്നതയോടെ മലർന്നു കിടക്കുകയാണവൾ. അവളുടെ മുഖത്ത് എന്തോ നേടിയതിൻ്റെ അഹങ്കാരം. അവളെ ഒന്ന് പാളി നോക്കി വേഗം മുഖം തിരിച്ച് അയാൾ, നിന്റെ ക്യാഷ് തന്ന് സെറ്റിൽ ചെയ്യാൻ മാനേജറോട് പറഞ്ഞതാണല്ലോ. ക്യാഷും വാങ്ങി നീ പോയില്ലേ? എങ്ങനെയാണ് ഇവിടെ എൻ്റെ റൂമിലെത്തിയത്? സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. ഡാൻസ് കഴിഞ്ഞ് മേക്കപ്പ് കഴുകാൻ വേണ്ടി ബാത്റൂമിൽ പോയി വരുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോൾ ഫിറ്റായി വേച്ച് വീഴാൻ പോയ സാർ റൂമിലേക്ക് ഒന്ന് നടത്താൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചുവല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ സാറിനെ താങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാറ് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ബെഡിൽ കിടത്തവേ സാറല്ലേ എന്നെ കെട്ടിപ്പിടിച്ച്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ നിന്നെ തന്നെ വിളിച്ചത്, നിന്നെ ഞാൻ കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞത്. എതിർത്ത് എന്നെ കൂച്ച് വിലങ്ങിട്ടതുപോലെ പിടിച്ച് ഓരോന്ന് പറഞ്ഞെന്നെ മയക്കിയിട്ട് കാര്യം സാധിച്ചിട്ടിപ്പോൾ എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറ്? കന്യകയായ എൻ്റെ എല്ലാം നശിച്ചു. സമൂഹത്തിൽ ഇത്രയും വിലയുള്ള സാറിൻ്റെ വാക്കിൽ ഞാൻ വീണു. സത്യം, ഒരു നിമിഷം സത്യമാണെന്ന് കരുതി. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള കളിപ്പേരായിരുന്നു. അയ്യോ, ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര? മൃദുല എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് കൊണ്ട് തൻ്റെ നഗ്നത മറച്ചു. ബെഡിൽ കാലുകുത്തിയിരുന്ന് കൊച്ചു കുഞ്ഞിനെപ്പോലെ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അയാളുടെ ശരീരത്തിലെ രക്തക്കറ കണ്ടപ്പോൾ അയാൾക്ക് സംശയം, ഇവൾ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? ഒരു കന്യകയാണോ താൻ നശിപ്പിച്ചത്? ഭാര്യ പറയാറുണ്ട്, മദ്യം ഓവറായാൽ അവളെ കാണുമ്പോൾ പണ്ട് പ്രേമിക്കുന്ന അവസരത്തിൽ അവളോട് പറഞ്ഞതൊക്കെ ഇപ്പോഴും പറയാറുണ്ടെന്ന്. കാറിൽ നിന്ന് വീട്ടിലെ റൂമിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണത്രേ പെരുമാറ്റം. ഈശ്വര, അങ്ങനെ വല്ലതും ആയിരിക്കാം. ഒരു നിമിഷം തൻ്റെ ഭാര്യയാണെന്ന് തോന്നിയിരിക്കാം. എല്ലാം ഈ നശിച്ച മദ്യം ബോധം നശിപ്പിക്കുന്നത് കൊണ്ടാണ്. എങ്കിലും ബിസിനസ് മൈൻഡ് കൊണ്ട് സംശയത്തോടെ ചോദിച്ചു, സത്യം പറ, നിനക്ക് പീരിയഡ് ടൈമല്ലേ? അതല്ലേ ഈ രക്തം? അതൊക്കെ 10 ദിവസം മുമ്പ് കഴിഞ്ഞതാ. ഇതൊന്നും അല്ല. പിച്ച് ചീന്തി കീറിയിട്ടപ്പോൾ അതിലും സംശയിക്കുന്നല്ലോ. അവൾ പൂർത്തിയാക്കാനാവാതെ തേങ്ങി. അത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലായിക തോന്നി. നീ കരയാതിരിക്കൂ, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ആലോചിക്കട്ടെ. കരയുന്ന അവളെ തൽക്കാലം ആശ്വസിപ്പിച്ചു. കൂട്ടുകാരുടെ കൂടെ കൂടി ഒരുപാട് മദ്യപിച്ചു. അതിനിടയിൽ ഇവളുടെ ഡാൻസും ആസ്വദിച്ചു. രാത്രി ഏറെ വൈകിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകുന്ന നേരത്ത് എല്ലാവരെയും യാത്രയാക്കി താൻ നേരെ ലിഫ്റ്റ് വഴി മുകളിലോട്ട് വന്നു. അവിടെ നിന്നും ഇടനാഴി വരെ നടന്ന് തൻ്റെ സ്യൂട്ടിലേക്ക് വരുന്നത് വരെ ഓർമ്മയുണ്ട്. ഹോട്ടലിൽ തൻ്റെ റൂമിനടുത്ത് വേറൊരു റൂമിലായിരുന്നു ഇവൾക്ക് അക്കോമഡേഷൻ റെഡിയാക്കിയിരുന്നത്. പിന്നെ എപ്പോഴാണ് ഇവളെ താൻ കണ്ടുമുട്ടിയത്? ഇതിലെന്തോ ചതിയുണ്ട് അയാൾക്ക് തോന്നി. തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി മാറ്റിയതായി അയാൾക്ക് തോന്നി. താനെങ്ങനെ ഈ ഗൗണിൽ വന്നു? ഈ ഗൗൺ ഇടിപ്പിച്ചത് താനാണോ? അയാൾ അവളോട് ചോദിച്ചു. അല്ല, എന്നോടുള്ള ഇഷ്ടമൊക്കെ പറഞ്ഞ് ബെഡിലേക്ക് മറിഞ്ഞപ്പോൾ സാറാണ് വസ്ത്രങ്ങൾ മാറ്റി ഈ ഗൗൺ എടുത്തിട്ടത്. അതിനുശേഷമാണ് എന്നോട് സ്നേഹത്തോടെ പലതും പറഞ്ഞതും. ഒടുവിൽ എന്നെ എല്ലാം കവർന്നെടുത്തതാണ്, എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത്, അവൾ ലാഘവത്തോടെ പറഞ്ഞു. ഈശ്വര, അയാൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും ഭാര്യയും കുട്ടിയുമുള്ള താൻ ഇവളെ കല്യാണം കഴിക്കാമെന്ന് ഇവളോട് പറയുമോ? തനിക്ക് പരസ്ത്രീ ഗമനമില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് കൊടുത്തിട്ട് ഏർപ്പാടാക്കിയിട്ട് പോലും താൻ ഇത്തരം ദുഷ്കൃതം ചെയ്യൂല. പിന്നെയല്ലേ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്? അയാൾക്ക് വല്ലാത്ത അല്പശങ്ക തോന്നി. കേസിൽ തോറ്റപ്പോൾ എതിരാളികൾ പുതിയ തന്ത്രവുമായി വന്നതായിരിക്കാം അയാൾക്ക് തോന്നി. കുട്ടി കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഭാര്യയും കുട്ടിയുമുണ്ട്. നിനക്ക് കാശാണ് ഉദ്ദേശമെങ്കിൽ എത്രയായിരുന്നു നിന്റെ ഒരു രാത്രിയുടെ വില?
അതെത്രയായാലും അതിൻ്റെ ഇരട്ടി ഞാൻ തരാം. നീ തൽക്കാലം ഇവിടെ നിന്ന് പോകൂ. കാശ്. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. അവൾ എഴുന്നേറ്റ് വസ്ത്രങ്ങൾ നേരെയാക്കി. അയാൾ സ്യൂട്ടിലെ അലമാരകൾ തുറന്ന് നോട്ടുകെട്ടുകൾ അവൾക്ക് മുന്നിൽ വലിച്ചിട്ടു. കുട്ടി, ഇതും എടുത്ത് പൊയ്ക്കൊള്ളണം. അവൾ ആർത്തിയോടെ നോട്ടുകെട്ടുകൾ തൻ്റെ ബാഗിലെടുത്തിട്ടു. തുടർന്ന് ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോകാനിരുങ്ങി. നിൽക്കൂ, ഇതുകൊണ്ട് തീർന്നുവെന്ന് കൊള്ളണം. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾക്ക് ഞാൻ വിലയിട്ട് തന്നു. ഇതിൻ്റെ പേരും പറഞ്ഞ് ഇനി ശല്യം ചെയ്യാൻ വരരുത്. നിന്നെ ആരാ ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. പൊയ്ക്കോ, അയാൾ പറഞ്ഞു. കൃത്യം 2.5 മാസത്തിനു ശേഷം അവൾ വീണ്ടും വന്നു. അവളുടെ ഭാഗ്യമോ അയാളുടെ ദൗർഭാഗ്യമോ, അപ്പോഴും അയാൾ അയാളുടെ ഹോട്ടലിലുണ്ടായിരുന്നു. അവൾ അയാളെ മുകളിലെ അയാളുടെ സ്യൂട്ടിലേക്ക് ക്ഷണിച്ചു. എനിക്ക് നിൻ്റേതൊന്നും വേണ്ടല്ലോ, ഞാൻ വരുന്നില്ല. എന്താണ് കാര്യം? അയാൾ ആ ഹോട്ടലിലെ റിസപ്ഷൻ ഹാളിൽ നിന്ന് ചോദിച്ചു. സാറിനോട് എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞോളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മുകളിൽ പോകാം. എന്തായിരിക്കും ഇനി അവളുടെ പുതിയ പദ്ധതി? അയാൾക്കൊന്നും പിടികിട്ടിയില്ല. ഒടുവിൽ അവളെയും കൂട്ടി അയാൾ മുകളിലുള്ള തൻ്റെ സ്യൂട്ടിലെത്തി. സാർ, ഞാൻ ഗർഭിണിയാണ്. നല്ലത്. അതിന് ഞാനെന്ത് വേണം? സാറിൻ്റേതാണ് ഈ ഗർഭം. വാട്ട് നോൺസെൻസ്! വിഡിതം പറയരുത്. പാട്ടും കൂത്തുമായി പലരുടെയും ഹോട്ടലുകളിലും ബെഡ്റൂമിലും നിറങ്ങി നടക്കുന്ന നിനക്ക് ഇതെൻ്റേതാണെന്ന് പറയാൻ നാണമില്ലേ മൃദുലേ? അയാൾ അല്പം ചൂടായി ചോദിച്ചു. അല്ല സാർ, തീർച്ചയായും അങ്ങനെയല്ല. ഇത് നിങ്ങളുടെ ഗർഭം തന്നെയാണ്, അവൾ തറപ്പിച്ചു പറഞ്ഞു. ഇത് നല്ല തമാശ. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? കാശടിച്ചു മാറ്റാനുള്ള ഓരോരോ സൂത്രങ്ങൾ കൊണ്ട് ഇറങ്ങുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഗർഭം പോലും. അതുപോട്ടെ, ഗർഭിണിയാണെന്നതിന് വല്ല തെളിവുണ്ടോ? ചുമ്മാ പറയുകയല്ലേ? അല്ല സാർ, ഇപ്പോൾ കാണിച്ചു തരാം. അതും പറഞ്ഞ് അവൾ ബാഗിൽ നിന്നും അവൾ പൊട്ടിക്കാത്ത പുതിയ പ്രഗ്നൻസി കാർഡ് എടുത്ത് ബാത്റൂമിൽ പോയി. അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അതിൽ 2 വര. അവൾ അതുയർത്തി അയാൾക്ക് കാണിച്ചു. അയാൾ അല്പനേരം ആലോചിച്ചു. വല്ലവരുടെയും ആയിരിക്കാം. എന്നിട്ട് പറഞ്ഞു, ഈ വരവിൻ്റെ ഉദ്ദേശം ക്യാഷ് തന്നെയല്ലേ? നോ സർ, നെവർ. എനിക്കൊരു ജീവിതം വേണം. എന്നെ വിവാഹം കഴിക്കണം. ശോ, എന്തൊരു കഷ്ടമാണിത്. എനിക്ക് ഭാര്യയും കുഞ്ഞും ഉള്ളതറിയാമല്ലോ. എനിക്കിനി എന്ത് വിവാഹം? ഇമ്പോസിബിൾ. നീ ചെലവിന് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ച് പോകാൻ നോക്ക്. അയാൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി അക്ഷമത പ്രകടിപ്പിച്ച് പറഞ്ഞു. പോസിബിളാണ് സർ. എനിക്ക് ടൗണിൽ വേറൊരു ഫ്ലാറ്റ് എടുത്ത് തന്നാൽ മതി. ഞാൻ അവിടെ ജീവിച്ചോളാം. നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ കുട്ടിയെ പെറ്റുപോറ്റി. ഛേ, നിർത്ത് നീ. എന്തൊക്കെയായി പറയുന്നത്? അതൊന്നും സാധ്യമല്ല. പണം വേണമെങ്കിൽ വാങ്ങിച്ച് നീ പൊയ്ക്കൊള്ളൂ. ഗർഭിണിയാണെങ്കിൽ അതെന്ത് വേണമെങ്കിലും ചെയ്തോ. നശിപ്പിക്കുകയോ വളർത്തുകയോ എനിക്കതൊരു വിഷയമല്ല. അയാൾ വല്ലാത്ത അസ്വസ്ഥതയോടുകൂടി പറഞ്ഞു. പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കിയില്ല. കരച്ചിലും പിഴിച്ചിലുമായി അവിടെ കൂടി. തൽക്കാലം അവളുടെ ഇഷ്ടപ്രകാരം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അനുനയിപ്പിച്ച് അവളെ പറഞ്ഞയച്ചു. പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു, ഒരു നിർധന കുടുംബത്തിലെ പാവം പെൺകുട്ടിയാണ്. രോഗിയായ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അവൾക്ക് പണം അത്രയും ആവശ്യമായി വന്നത്. പക്ഷേ അവർ ഈ അടുത്ത് മരിച്ചു. ശേഷം വീട്ടിൽ ഒറ്റയ്ക്കാണ്. സീസണിൽ വല്ലപ്പോഴും കിട്ടുന്ന പ്രോഗ്രാമുകൾ അവളെ പട്ടിണിയിലാക്കി. വയറ്റിലാണെങ്കിൽ തൻ്റെ കുട്ടി വളരുന്നു. തൻ്റെ അവസ്ഥയെല്ലാം അറിഞ്ഞ് അവളൊരു ഉപാധി വെച്ചല്ലേ. ഭാവമല്ലേ അവൾ. അതെങ്കിലും നിറവേറ്റി കൊടുക്കണം. പിന്നെ അവളുടെ ഇഷ്ടപ്രകാരം ടൗണിൽ ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്തു. അവിടെ അവൾ താമസം തുടങ്ങി. ഗർഭം സത്യമായിരുന്നു. സമയമായപ്പോൾ അവൾ വയറ്റിലുള്ള തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ തന്നെ വിവരം അയാളെ വിളിച്ചറിയിച്ചു. നമുക്ക് മകളാണ് പിറന്നിരിക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ DNA നോക്കൂ. എന്നിട്ടുറപ്പിക്കൂ. എന്നിട്ട് എന്താണെങ്കിലും എന്നോടും കുഞ്ഞിനോടുമുള്ള സ്നേഹമൊന്ന് പ്രകടിപ്പിക്കൂ, അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അയാളിൽ വാർത്തകളൊന്നും സന്തോഷമല്ല ജനിപ്പിച്ചത്, മറിച്ച് അസ്വസ്ഥതയും അസമാധാനങ്ങളുമാണ്. അയാൾ തീർത്തും പ്രതിസന്ധിയിലായി. തൻ്റെ യഥാർത്ഥ ഭാര്യയും കുട്ടിയും ഇതറിഞ്ഞാൽ തൻ്റെ ഭാവി എന്താവാം? മൃദുലയുടെ സ്നേഹത്തിന് മുൻപിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒടുവിൽ അവളുടെ സ്നേഹവും തിരിച്ചറിഞ്ഞു. ഫ്ലാറ്റിൽ പോയി അവളെയും സന്തോഷിപ്പിച്ചു തുടങ്ങി. മകൾ അച്ചായെന്ന് വിളിച്ചു വളർന്നു. പക്ഷേ എല്ലാം രഹസ്യമാക്കി വെച്ചു. ഡാഡി! മകൻ ശിവപ്രസാദിൻ്റെ നീട്ടിയുള്ള വിളി കേട്ട് അയാൾ ഞെട്ടിപ്പോയി. മകൻ വെച്ച് നീട്ടിയ ഫോട്ടോ തൻ്റെയും മൃദുലയുടെയും മകൾ ശിവകാമിയുടേതുമാണെന്ന്
കണ്ടപ്പോൾ അയാൾ അന്തം വിട്ട് ആലോചിക്കുകയായിരുന്നു ഈ കാര്യങ്ങൾ. ഡാഡി, ശിവകാമിയുടെ ഡാഡി നമ്മുടെ ബിസിനസ് പോലെ തന്നെയുള്ള കാര്യങ്ങൾ ആണ് ചെയ്യുന്നതെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അവളെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങളുടെ കല്യാണം നടത്തിത്തരണം ഡാഡി. മകൻ ശിവപ്രസാദ് അത് പറഞ്ഞ് കയ്യിലുള്ള കെട്ടാൻ താല്പര്യമുള്ള പെണ്ണിൻ്റെ ഫോട്ടോ തന്നെ ഏൽപ്പിച്ചപ്പോൾ അത് കണ്ട് ഞെട്ടിത്തെറിച്ചു. അയാൾ അറിയാതെ പൂർവ്വസ്മരണയിലേക്ക് പോയതാണ്. എന്താ ഡാഡി ഇങ്ങനെ ആലോചിക്കുന്നത്? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വീണ്ടും മകൻ്റെ ചോദ്യം അയാളെ ചിന്തയിൽ നിന്നും പൂർണ്ണമായും ഉണർത്തി. ഈശ്വര, ഇതനുവദിച്ചുകൂടാ. ചേട്ടൻ പെങ്ങളെ കല്യാണം കഴിക്കുകയോ? ഒരിക്കലും പാടില്ല. ഇതുവരെ താൻ കൊണ്ടു നടന്ന നിഗൂഢമായ രഹസ്യം ശിവപ്രസാദിന് മുൻപിൽ ചുരുളഴിക്കാതെ വയ്യ. ഇല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് അതിക്രമമാകും. പ്രകൃതിക്ക് നിരക്കാത്തതാണത്. അയാൾ ഫോട്ടോ മകനെ തിരിച്ചേൽപ്പിച്ചു. ഒന്നും മിണ്ടിയില്ല. അച്ഛൻ്റെ മൗനം അവനത്ര കാര്യമാക്കിയില്ല. പ്രേമിച്ചത് കൊണ്ടായിരിക്കാം അച്ഛന് വിഷമോ എന്ന് അവന് തോന്നി. അയാൾക്ക് ഇരിക്കപ്പുറത്തി വന്നില്ല. ഉടനെ പട്ടണത്തിലുള്ള മൃദുലയുടെ ഫ്ലാറ്റിലെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു പയ്യനെ ഇഷ്ടമാണെന്നേ അവൾ പറഞ്ഞുള്ളൂ. അവൻ്റെ പടമൊന്നും കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ ഈശ്വര. ഇനി എന്തു ചെയ്യും? മൃദുലയ്ക്ക് അത് കേട്ടപ്പോൾ ദുഃഖമായി. അവൾ വേദനയോട് പറഞ്ഞു, മൃദുല, നീ മകളെയും കൂട്ടി വേറെ എവിടേക്കെങ്കിലും താമസം മാറ്റുക. ദൂരെയാകുമ്പോൾ അവന് അവളെ കാണാൻ പറ്റില്ലല്ലോ. ക്രമേണ മറന്നുകൊള്ളും. എന്താ പറയുന്നത്? ഇന്നത്തെ കാലത്ത് ദൂരമൊന്നും ഒരു വിഷയമല്ല. സത്യം അവർ അറിയണം. അതല്ലാതെ വേറെ വഴിയില്ല. ഈ പ്രേമത്തിൽ നിന്നും അവർ പിന്മാറണമെങ്കിൽ അതേ വഴിയുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ അറിഞ്ഞാലുള്ള സ്ഥിതി? അയാൾ ആശങ്കയോടെ ചോദിച്ചു. നിങ്ങൾ ധൈര്യമായിരിക്കൂ. നമുക്ക് ഈ കാര്യം അവരെ രണ്ടുപേരെ മാത്രം ധരിപ്പിച്ചാൽ പോരെ? അവരോട് രഹസ്യമായി സൂക്ഷിക്കാനും പറയാം. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. അത് നല്ല ഉപായമാണ്. പക്ഷേ പ്രേമിച്ച അവരുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, കാര്യങ്ങൾ മനസ്സിലാകും. ഈ സമയം മൃദുലയുടെ മകൾ ശിവകാമിയെയും കൂട്ടി ശിവപ്രസാദ് അവൻ്റെ ഹോട്ടലിലെത്തി. മുകളിലെ അവൻ്റെ മുറിയിലേക്ക് പോകാൻ അവളെയും കൂട്ടി അവൻ ലിഫ്റ്റിൽ കയറി. 10ാം നിലയിലാണല്ലോ നിന്റെ റൂം, പിന്നെന്തിനാ ഈ 9ാം നിലയിൽ നിർത്തിയത്? അവൾ ചോദിച്ചു. അതൊക്കെയുണ്ട്, വാ. 9ാം നിലയിലെത്തിയപ്പോൾ ലിഫ്റ്റിൽ നിന്നും അവർ ഇറങ്ങി. ഇതാണ് ഡാഡിയുടെ സ്യൂട്ട്. അവൻ അച്ഛൻ്റെ മുറി അവൾക്ക് കാണിച്ചു കൊടുത്തു. അത് ശരി. ശിവകാമി പുഞ്ചിരിച്ച് റൂമിൻ്റെ വാതിൽ നോക്കി പറഞ്ഞു. ശേഷം 10ാം നിലയിലുള്ള അവൻ്റെ മുറിയിലേക്ക് അവർ ചെന്നു. ഈ സമയം താഴെ ഹോട്ടലിൽ സുധീഷ് എത്തി. മകൻ്റെ കാർ പാർക്കിങ്ങിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ ആശങ്കയോടെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു. അത് സാർ, ശിവപ്രസാദ് വന്നിട്ടുണ്ട്. കൂടെ പെൺകുട്ടിയുണ്ട്. ശിവപ്രസാദ് സാറിൻ്റെ പുതിയ റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് ഇന്ന് ഉദ്ഘാടനമാണ്. അവിടേക്കാണ് രണ്ടുപേരും പോയിട്ടുള്ളത്. റിസപ്ഷനിസ്റ്റിൻ്റെ വാക്കുകേട്ട് സുധീഷ് നടുങ്ങി. അവൻ്റെ റൂമിലെ വർക്ക് കഴിഞ്ഞ ദിവസമാണിന്ന്. അവൻ അവളെയും കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈശ്വര, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഏകാന്തതയിൽ റൂമിൻ്റെയും ബെഡിൻ്റെയും സൗന്ദര്യം കണ്ട് മതിമറന്ന് അവർ വല്ലതും ചെയ്താൽ ഇതെന്തൊരു വിധിയാണ്? ഏതൊരച്ഛനാണ് ഇത് സഹിക്കാൻ കഴിയുക? അയാൾ വേഗം ലിഫ്റ്റിൽ കയറി 10ാം നിലയിലേക്ക് പുറപ്പെട്ടു. കൊള്ളാം, നല്ല ഇൻറ്റീരിയർ വർക്കുകൾ. അതും പറഞ്ഞ് ചാടി ബെഡിൽ മലർന്നു കിടന്നു. സീലിങ്ങിലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത ചിത്രപ്പണികൾ നോക്കി ആസ്വദിച്ചു. സുധീഷ് ഓടി മകൻ്റെ റൂമിനടുത്തെത്തി. ഭാഗ്യം, കഥ കടച്ചിട്ടില്ല. അരുതാത്തതൊന്നും നടന്നിട്ടുണ്ടാവില്ല. അയാൾ റൂമിനകത്തേക്ക് പ്രവേശിച്ചു. മക്കളെ എന്ന് വിളിച്ചു. ശിവകാമി ബെഡിൽ നിന്നും ചാടി എണീറ്റു. അച്ഛനെങ്ങനെ ഇവിടെ എത്തി? മോളെ, ഇതച്ഛൻ്റെ ഹോട്ടലാണ്. ഈ ശിവപ്രസാദ് മോളുടെ ചേട്ടനാണ്. എന്നിട്ട് മോനെ നോക്കി പറഞ്ഞു, മോനെ, ഇത് നിന്റെ പെങ്ങളാണ്. അച്ഛന് പണ്ടൊരു അബദ്ധം പറ്റിയപ്പോൾ ഉണ്ടായ പെങ്ങൾ. സോഫയിലിരിക്കുന്ന ശിവപ്രസാദ് അത് കേട്ട് ചിരിച്ചു. എനിക്കറിയാച്ചാ, അച്ഛന് ഞങ്ങളെ കൂടാതെ ഒരു ഭാര്യയും മോളും ഉണ്ടെന്ന് അമ്മ എന്നോട് എപ്പോഴോ പറഞ്ഞിരുന്നു. ഞാൻ വലുതായപ്പോഴാണ് എൻ്റെ പെങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ബാക്കി ഞാൻ പറയാം. ശിവകാമ്യ പറഞ്ഞു. എന്നോടും അമ്മ പറഞ്ഞിരുന്നു അച്ഛന് ശരിയായിട്ടൊരു ഭാര്യയും മകനും ഉണ്ടെന്ന്. അപ്പോഴേ എനിക്ക് ആ ചേട്ടനെ കാണാൻ ആഗ്രഹം തോന്നിയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി. ഏട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഏട്ടൻ എന്ത് സന്തോഷമായിരുന്നെന്നോ. സുന്ദരിയായ ഈ കൊച്ചനുജത്തിയെ ഏട്ടന് ഇഷ്ടമായിരുന്നു. അച്ഛൻ്റെ വായ കൊണ്ട് തന്നെ അറിയാൻ വേണ്ടിയാണോ ഇങ്ങനെ പ്രേമമാണെന്നും വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ പരിഭ്രാന്തനാക്കിയത്? അതുകൊണ്ട് അച്ഛനെല്ലാം തുറന്ന് സമ്മതിച്ചല്ലോ.
അങ്ങനെ ഞങ്ങൾക്ക് രഹസ്യത്തിൻ്റെ മറ വലിച്ചെറിഞ്ഞ് പരസ്യമായി തന്നെ ഏട്ടനും അനിയത്തിയുമായി ജീവിക്കാമല്ലോ. അതിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം. സോറി അച്ഛാ. ശിവകാമി പറഞ്ഞു. സോറി ഡാഡി. ശിവപ്രസാദ് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും എല്ലാം അറിഞ്ഞിട്ടുള്ള കളിയായിരുന്നു അല്ലേ? മനുഷ്യനെ ചുമ്മാ തീ തീറ്റിച്ചു. കൊള്ളാം, വരൂ നമുക്ക് എൻ്റെ റൂമിൽ പോകാം. സന്തോഷത്തോടെ അതിലേറെ സമാധാനത്തോടെ സുധീഷ് തൻ്റെ 2 മക്കളെയും തോളിൽ കൈയിട്ട് അയാളുടെ സ്യൂട്ടിലേക്ക് പോയി. കാപ്പി വരുത്തി കുടിച്ചു മൂവരും. അപ്പോഴേക്കും മൃദുലയുടെ ഫോൺ സുധീഷിന് വന്നു. പിള്ളേരുടെ നാടകത്തിന് മുൻപിൽ തോക്കേണ്ടി വന്നു അല്ലേ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ, അവർ ഈ സുധീഷ് മുതലാളിയുടെ മക്കളല്ലേ, ആ ഗുണം ഇല്ലാതിരിക്കുമോ? നീയും ചേർന്ന് കളിച്ചതാണ് അല്ലേ? മോനെ, എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? ഡാഡി അറിഞ്ഞോ മോനിതൊക്കെ അറിയാമെന്നുള്ള കാര്യം? അറിഞ്ഞു മമ്മി. വിവാഹത്തിൻ്റെ സംഭവം എടുത്തിട്ടപ്പോൾ ബിസിനസ് മൈൻഡുകാരനായ എൻ്റെ ഡാഡി ശിവകാമിയെയും അമ്മയെയും നാട് കടത്തുമോ എന്ന ഭയം സത്യമായിരുന്നു. ഇന്ന് അതേക്കുറിച്ച് ശിവകാമിയുടെ അമ്മയോട് പറഞ്ഞത്രേ. അതുകൊണ്ടാണ് പ്രേമിക്കുന്ന കമിതാക്കളുടെ ഏകാന്ത റൂം സന്ദർശനമെന്ന ഈ റൂം കാണൽ ചടങ്ങ് വേഗം ഒപ്പിച്ചത്. അതിൽ ഡാഡി പെട്ടു. ഞങ്ങളോട് എല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു. അത് നന്നായി. പെങ്ങളെയും കൂട്ടി ഡാഡിയും മകനും വേഗം വാ, കാണാൻ കൊതിയായിട്ട് വയ്യ. അതും പറഞ്ഞ് ശിവപ്രസാദിൻ്റെ മമ്മി ഫോൺ വെച്ചു. ഇപ്പം തന്നെ വരാം മമ്മി. ബെസ്റ്റ്. അവൾക്കും ഇതിൽ റോളുണ്ടോ? സുധീഷ് മകനോട് ചോദിച്ചു. പിന്നല്ലാതെ, മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഞാൻ ഉണ്ടായത് അല്ലേ അച്ഛാ? ആ റൂമിലെ ബെഡിൽ കിടന്നുരുണ്ടുകൊണ്ട് ശിവകാമി അച്ഛനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് സുധീഷിനും ചിരി അടക്കാനായില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.